ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേലിനോടുള്ള ദൈവത്തിന്റെ സ്വസ്ഥതയുടെ വാഗ്ദത്വമാണ്. ഒരു വിശ്രമത്തിന്റെ സമയം അവന് കൊടുക്കുകയാണ്. വിശ്രമം അങ്ങനെ അവസാനിക്കുന്നില്ല. കാലാവസാനത്തിങ്കൽ നിനക്കൊരു ഓഹരി, നിനക്കൊരു പ്രതിഫലം ഞാൻ വെച്ചിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരും എന്ന് പറയുമ്പോൾ അവൻ എവിടെയോ വിശ്രമത്തിൽ അവൻ കിടക്കുവാൻ എന്ന് പറയാമല്ലോ, അല്ലെങ്കിൽ എവിടെയോ വിശ്രമത്തിലേക്ക് അവൻ ഒരു ശയനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുന്നേറ്റ് വരും എന്നുള്ള വാക്ക് അപ്പുറത്ത് കൊടുത്തിരിക്കുമ്പോൾ ഈസ് ഗോയിങ് ടു ലൈ സംവെയർ. അവൻ എവിടെയോ വിശ്രമിക്കുവാനായി കിടക്കുവാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവഭക്തനായിരിക്കുന്ന ദാനിയേലിന്റെ ജീവിതത്തിൽ 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തിന്റെ പൈതലേ, എന്താണ് ഈ വചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദൈവം എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണ് ഈ വചനത്തിൽ കൂടി നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. പറ്റിയിരിക്കുന്ന അനുഭവം. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും കുറിച്ചും കർത്താവിന്റെ വചനത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ കാണുന്നു. പുരുഷൻ അപ്പനോടും അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും. അപ്പോൾ പറ്റിച്ചേരുന്ന അനുഭവം, സ്ത്രീയോട് അവൻ പറ്റിച്ചേരുമ്പോൾ ആ സ്ത്രീയെ പൂർണ്ണ സുരക്ഷിതത്തിൽ കാക്കുവാനുള്ള ഒരു കർത്തവ്യം കൂടെ അവനിൽ നിക്ഷിപ്തമായി തീരുകയാണ്. പറ്റിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ പറ്റിച്ചേർന്നിരിക്കുന്ന മാർമികമായ അനുഭവം വിവാഹത്തിൽ കൂടി വരുമ്പോൾ അവൻ അവളോട് പറ്റിച്ചേർന്നിരിക്കുക. അവനെല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയല്ല, അപ്പനെയും വിട്ടിട്ട്. ഉപേക്ഷിക്കുക എന്നുള്ള പദം അവിടെ പറയാൻ പറ്റില്ല. അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കും. അപ്പോൾ 91-ാം സങ്കീർത്തനത്തിലും കർത്താവ് പറയുന്ന അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ. അപ്പോൾ പറ്റിച്ചേർന്നിരിക്കുമ്പോൾ അവളെ ഉദ്ധരിക്കുക, അവളെ വിടുവിക്കുക, അവളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അവന്റെ കടമ. അതുപോലെ തന്നെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ വിടുവിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ വചനത്തിൽ കൂടെ തന്നെ പരിശുദ്ധാത്മ പറയുന്നു. അത് ദൈവത്തിന്, അത് ദൈവം കാലാകാലങ്ങളിലായി അത് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ആ ദൈവികത്വത്തിന് വേണ്ടി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കഷ്ടനഷ്ടങ്ങളുടെ മുമ്പിൽ കൂടി കടന്നു പോകേണ്ടി വരും. ആ ദൈവനാമത്തെ ഉയർത്തുവാൻ, ആ ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഒരു പക്ഷേ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലതും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദൈവം അവിടെയെല്ലാം ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കും. ദാനിയേലിന്റെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. തീയിൽ കൂടി ഇറങ്ങിപ്പോകുവാൻ, തങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് തീരുമാനമെടുത്ത്. എന്തുകൊണ്ട് തീരുമാനമെടുത്ത്? പ്രമാണം കൊണ്ട് തീരുമാനമെടുത്തത്. മൊർദെഖായിയെ നോക്കുക, എന്തുകൊണ്ട് ഹാമാനെ വണങ്ങിയില്ല? പ്രമാണം കൊണ്ട് വണങ്ങിയില്ല. ദൈവത്തിന്റെ പ്രമാണം അവിടെ നിൽക്കുമ്പോൾ മൊർദെഖായിക്ക് വണങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ദൈവിക പ്രമാണം അവിടെ നിൽക്കുമ്പോൾ ദാനിയേലിനും കൂടെ ഉള്ളവർക്കും അശുദ്ധമായതൊന്നും ഭക്ഷിപ്പാനായി, പക്ഷെ ഭക്ഷിക്കണമെന്നുള്ള രാജകൽപ്പന അവിടെ ഉണ്ട്. പക്ഷേ ഭക്ഷിക്കുവാൻ കൂട്ടാക്കാതെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത് ഭക്ഷിച്ചവരെക്കാൾ ശോഭയും തേജസ്സും ഉള്ളവരായി തീർന്നതുകൊണ്ട് ദൈവം അവരെ അവിടെയും വിടുവിപ്പാൻ തക്കവണ്ണം. പക്ഷെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് തീയിലേക്ക് ഇറങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി. ഇപ്പൊ തീയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ പറ്റിയിരിക്കുന്നവനെ വിടുവിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട്, പറ്റിയിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ദൈവിക പ്രമാണങ്ങളെ മുഴുവൻ അനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ യജമാനനായി കരുതുന്ന ഒരു അനുഭവം കൂടെ അവിടെ നമുക്ക് ആ മാർമികമായ വചനത്തിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേർത്ത് ആ ഭാര്യ ഭർത്താവിനെ യജമാനൻ എന്നേന്ന് വിളിച്ച് അവന് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചും അവിടെ ഒരു മാർമികമായ വെളിപ്പെടുത്തലുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാര്യയെ തന്റെ പ്രാണനെ ത്യജിച്ചു പോലും സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അവളോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഈ പുരുഷനാകുന്നു. പക്ഷെ ഭാര്യ എന്ത് ചെയ്യണം?
അവന്റെ പ്രമാണങ്ങൾ, ആ ഭർത്താവിന്റെ പ്രമാണങ്ങൾ, ദൈവിക പ്രമാണങ്ങൾ എങ്ങനെ ആ ഭർത്താവിൽ ദൈവം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ അവന്റെ ദൈവവചനപ്രകാരമുള്ള അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കീഴടങ്ങിയിരുന്നവനെ യജമാനനെ എന്ന് വിളിക്കുവാൻ. അപ്പൊ യജമാനനെ എന്ന് വിളിക്കുവാന്റെ ഗുണം സാറയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ നമുക്കും അത് കഴിയും, നമ്മുടെ സഹോദരിമാർക്കും അത് കഴിയണം. അതാണ് ദൈവിക പ്രമാണം. അല്ലാതെ നമ്മൾ ഞായറാഴ്ച പോയി വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയി, വെള്ള ചുരിദാറും സാരിയൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ കുറെ കൈയടിച്ച് പാട്ട് പാടി അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരുന്നത് കൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതം. ദൈവിക പ്രമാണങ്ങൾ, ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ഭാര്യയെ രക്ഷിക്കുകയും ഉദ്ധരിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും ഭർത്താവ് നിക്ഷിപ്തനായിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവഭക്തന്മാർ തീയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ പോലും എന്ത് ചെയ്യുന്നു? ദൈവം ഇറങ്ങി വന്ന് അവരെ ഉദ്ധരിക്കുകയും വിടും. കാരണം എന്താണെന്നറിയാം? പറ്റിയിരിക്കുക മാത്രമല്ല, ആ ദൈവിക പ്രമാണങ്ങളെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യജമാനനെ എന്ന് സാറ വിളിച്ചുവെങ്കിൽ നമുക്ക് നമ്മളുടെ സഹോദരിമാർക്കും യജമാനനെ എന്ന് വിളിക്കുവാൻ കഴിയും. പക്ഷെ യജമാനനെ എന്ന് വിളിച്ചത് കൊണ്ട് അവളുടെ ഒരു സ്വതന്ത്ര ചിന്തയുണ്ട് കേട്ടോ. ആഗറിനെയും അല്ലെങ്കിൽ ഇസ്മായിലിനെയും തന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി കളയുക എന്നുള്ള അഡമന്റായുള്ള ഒരു തീരുമാനം സാറയുടെ ആയിരുന്നു. അവിടെ അബ്രഹാമിന്റെ വാക്കിനോട് വില കൊടുത്തില്ല കേട്ടോ. ആ യജമാനനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ സഹോദരി, നിനക്കും ദൈവം തന്നിരിക്കുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. നിന്റെ ഭർത്താവിന്റെ മേലുള്ള ചില നിയന്ത്രണങ്ങൾ നിനക്കുണ്ട്. ആ നിയന്ത്രണം നീ പൂർണ്ണമായും അത് നിന്റെ അവകാശത്തെ പൂർണ്ണമായും നീ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യുകയും വേണം. യജമാനനെ എന്ന് വിളിച്ചവന് കീഴടങ്ങി ഇരിക്കുമ്പോൾ തന്നെ ആഗറിന്റെയും ഇസ്മായിലിന്റെയും പുറത്താക്കി കളയുക എന്നുള്ളത് സാറയിൽ നിന്ന് വന്ന തീരുമാനമായിരുന്നു. അബ്രഹാമിനെ അനുസരിക്കേണ്ടി വന്നു. ഭർത്താവേ, പ്രിയ സഹോദര, നിന്റെ ഭാര്യ നിനക്ക് കീഴടങ്ങി ഇരിക്കുമ്പോൾ തന്നെ അവളുടെ അവകാശത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവൾ പറയുന്ന പലതിനെയും നിനക്ക് അനുസരിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നിന്റെ മേലുണ്ട്. ദൈവം ദാനിയേലിനെ വിടുവിക്കുക മാത്രമല്ല, അവന് വിശ്രമിക്കുവാനുള്ള സമയം കൊടുത്തിട്ട് അവനോട് പറയുന്നു, കാലാവസാനത്തിങ്കൽ നീ എഴുന്നേറ്റ് വരും, എനിക്കൊരു പ്രതിഫലം നിനക്ക് തരുവാണ്. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തെങ്കിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനപ്രകാരം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ഭർത്താവിനോട് പറ്റിച്ചേർന്ന് ഭർത്താവെ ഭാര്യയെ രക്ഷിക്കുകയും അവളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ദൈവികനായ പ്രമാണം, ഈ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവവചനങ്ങളാൽ ദൈവം